നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ. 9ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ഒന്നാമത്തെ അധ്യായം ഫോഴ്സസ് ആൻഡ് ഫ്ലൂയിഡ്സ്. അതിൽ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോയൻ ഫോഴ്സ്, പ്ലവക്ഷമ ബലം, അതിൻ്റെ ദിശ, ഒറിജിൻ ഓഫ് ബോയൻ ഫോഴ്സ്, ബോയൻ ഫോഴ്സിൻ്റെ ഉദ്ഭവം എങ്ങനെയാണ്, ബോയൻ ഫോഴ്സ് എങ്ങനെയാണ് നിലവിൽ വരുന്നത്, ഇഫക്റ്റ് ഓഫ് ബോയൻ ഫോഴ്സ് ഓൺ വെയിറ്റ്, അത് ഒരു വസ്തുവിൻ്റെ ഭാരത്തെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, സ്വാധീനിക്കും, പിന്നെ ബോയൻ ഫോഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, കാൽക്കുലേഷൻ ഓഫ് ബോയൻ ഫോഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഇതൊക്കെ ഇത്രയാണ് രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബോയൻ ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്നാണ്. ഇപ്പം ഞാൻ ഈ മാർക്കറിനെ കൈകൊണ്ട് താങ്ങി നിർത്തിയിരിക്കുകയാണ്. ഒരു വസ്തുവിനെ താങ്ങി നിർത്തുന്നതിലേക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു വസ്തുവിനെ താങ്ങി നിർത്തുന്നതിലേക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അവൻ്റെ ഭാരത്തിന് തുല്യമായ ബലം, അവൻ്റെ ഭാരത്തിന്, ഒരു വസ്തുവിൻ്റെ ഭാരത്തിന് തുല്യമായ ബലം എതിർദിശയിൽ, അതായത് വെർട്ടിക്കലി അപ്വേർഡ്സ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ മാർക്കറിനെ താങ്ങി നിർത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാർക്കറിൻ്റെ ഭാരം എത്രയാണോ അത്രയും ഭാരത്തിന് തുല്യമായ ബലം ഞാൻ എൻ്റെ കൈകൊണ്ട് മുകളിലോട്ട് പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വസ്തുവിനെ താങ്ങി നിർത്താൻ മുകളിലേക്ക് ബലം പ്രയോഗിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു വസ്തുവിനെ താങ്ങി നിർത്തുന്നുവെങ്കിൽ, താങ്ങി നിർത്താൻ സാധിക്കുന്നുവെങ്കിൽ മുകളിലേക്ക് ആ ഭാരത്തിന് തുല്യമായ ഒരു ബലം പ്രയോഗിക്കാൻ സാധിക്കുന്നു എന്നർത്ഥം. അപ്പം ഞാൻ ഇവിടെ ഒരു ഫ്ലൂയിഡ് പരിഗണിക്കുന്നു, ജലം തന്നെ ആയിക്കോട്ടെ. ഈ ഫ്ലൂയിഡിൻ്റെ മുകളിൽ, അതിൻ്റെ സർഫസിൽ ഒരു ബോട്ടിൽ, നന്നായിട്ട് അടച്ചു വെച്ച ഒരു ബോട്ടിൽ ഇങ്ങനെ ഉണ്ടെന്നിരിക്കട്ടെ, ഫ്ലോട്ട് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ നേരത്തെ ഞാൻ എൻ്റെ കയ്യിൽ ഒരു മാർക്കർ അല്ലെങ്കിൽ ഒരു വസ്തു താങ്ങി നിർത്തിയതിന് സമാനമായ ഒരു സാഹചര്യമാണ്, സിറ്റുവേഷനാണ് ഇവിടെ. ഇവിടെ എൻ്റെ കൈയുടെ സ്ഥാനത്ത് ഫ്ലൂയിഡാണ്, മാർക്കറിൻ്റെ സ്ഥാനത്ത് ഈ ബോട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഈ ബോട്ടിലിനെ താങ്ങി നിർത്തണമെങ്കിൽ ബോട്ടിലിൻ്റെ ഭാരം വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും. ആ ഭാരത്തിന് തുല്യമായ ബലം മുകളിലോട്ട് അനുഭവപ്പെടുന്നുണ്ടായിരിക്കണം. ആ ബലം അങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അതാരായിരിക്കും പ്രയോഗിക്കുന്നുണ്ടാവുക? ഈ ദ്രവമായിരിക്കും, വാട്ടറായിരിക്കും, ഫ്ലൂയിഡായിരിക്കും. അപ്പോൾ ഒരു ഫ്ലൂയിഡിന് അതുമായിട്ട് സമ്പർക്കത്തിൽ, കോണ്ടാക്റ്റിൽ വരുന്നൊരു വസ്തുവിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പോൾ നമ്മളതിനെ ഒരു സിറ്റുവേഷൻ പരിഗണിച്ചിട്ട് അത് ഉറപ്പിക്കുകയാണ്. നമുക്ക് വേറൊരു സിറ്റുവേഷൻ പരിഗണിക്കാം. ഈ ബോട്ടിലിനെ ബലം പ്രയോഗിച്ച് ആ ഫ്ലൂയിഡിനുള്ളിൽ, വാട്ടറിനുള്ളിലേക്ക് താഴ്ത്തിയെന്നിരിക്കട്ടെ. താഴ്ത്തുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും, അങ്ങനെ താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ, താഴ്ത്തുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും മുകളിലേക്ക് നമ്മുടെ പ്രോസസ്സിനെ, നമ്മുടെ ആക്ടിവിറ്റി, നമ്മുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ഒരു ബലം മുകളിലേക്ക് അനുഭവപ്പെടുന്നതായിട്ട്. അതാരാണ് പ്രയോഗിക്കുന്നത് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ആ ഫ്ലൂയിഡ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഒരു ഫ്ലൂയിഡ് അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന അല്ലെങ്കിൽ അതിൽ മുങ്ങിയിരിക്കുന്ന, പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിന്മേൽ ബലം പ്രയോഗിക്കും മുകളിലേക്ക് എന്ന്. വേറൊരു സിറ്റുവേഷൻ പരിഗണിക്കുകയാണെങ്കിൽ, ജലാശയങ്ങൾ, കുളത്തിലോ മറ്റോ നമ്മൾ ഒന്ന് മുങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മുങ്ങുമ്പോൾ നമ്മളെ മുകളിലേക്ക് തള്ളുന്നതായിട്ട്, നമുക്ക് മുകളിലേക്കൊരു ബലം അനുഭവപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും ബലം ഉണ്ടാവും. അപ്പം അത്തരം ബലങ്ങളെ വിളിക്കുന്ന പേരാണ് ബോയൻ ഫോഴ്സ്, പ്ലവക്ഷമ ബലം. അപ്പോൾ ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ദ്രവത്തിൽ, ദ്രാവകത്തിൽ എന്നല്ല, ദ്രവത്തിൽ, ദ്രാവകവും വാതകവും ദ്രവമാണ്, ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് ബോയൻ ഫോഴ്സ്. ബോയൻ ഫോഴ്സ് ഈസ് ദാറ്റ് ഫോഴ്സ് എക്സർട്ടഡ് ബൈ എ ഫ്ലൂയിഡ് when an object is immersed fully or partially in it. So ബോയൻ ഫോഴ്സ് ആയി. ഇനി ബോയൻ ഫോഴ്സ് പോലൊരു ടേമാണ് ബോയൻസി, പ്ലവക്ഷമത. ഈ ഫ്ലൂയിഡ്സിന് ബോയൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ കഴിയുന്നതിന് പിന്നിലുള്ള അതിൻ്റെ പ്രത്യേകതയെ വിളിക്കുന്ന പേരാണ് ബോയൻസി. അപ്പോൾ ബോയൻസി, ബോയൻ ഫോഴ്സ് രണ്ടും പ്രത്യേകം മനസ്സിലാക്കണം. ബോയൻസി ഈസ് ദ പ്രോപ്പർട്ടി ബൈ വിച്ച് എ ഫ്ലൂയിഡ് ക്യാൻ എക്സേർട്ട് ബോയൻ ഫോഴ്സ്. ആൻഡ് വാട്ട് ഈസ് ബോയൻ ഫോഴ്സ്? Buoyant force is that force acting upwards on a body when it fully or partially immersed inside a liquid. So buoyant force. അപ്പോൾ buoyant force ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നോക്കേണ്ടത് ഡയറക്ഷൻ ഓഫ് buoyant force. നമ്മൾ ഇവിടെ പരിഗണിച്ച ഒന്നാമത്തെ സിറ്റുവേഷൻ ഒരു ബോട്ടിൽ ഫ്ലോട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ, രണ്ടാമത്തെ സിറ്റുവേഷൻ ബോട്ടിൽ നമ്മൾ ഉള്ളിലേക്ക് താഴ്ത്തി അവിടെ നിർത്തിയിരിക്കുന്ന സിറ്റുവേഷൻ. ഇനി വേറൊരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്ന സാഹചര്യം. ബക്കറ്റ് കിണറ്റിനുള്ളിലെ വെള്ളം
അവിടെ ആയിരിക്കുമ്പോൾ, വെള്ളത്തിനുള്ളിലായിരിക്കുമ്പോൾ വലിച്ച് എടുക്കാനായിട്ട് നമുക്ക് പ്രയോഗിക്കേണ്ടി വരുന്ന ഫോഴ്സ് അല്പം കുറവാണ്. കാരണം നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ആ ബക്കറ്റ് നമ്മൾ മുകളിലേക്ക് വലിക്കുമ്പോഴേക്കും ആ വെള്ളം അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് മുകളിലേക്ക് ഒരു ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ മുകളിലേക്ക് എന്നാണ് ഇവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ബോയൻറ്റ് ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്? വെർട്ടിക്കലി അപ്വേർഡ്സ്. ഓർമ്മിക്കുക, ഭാരം, ഒരു വസ്തുവിൻ്റെ ഭാരം വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബോയൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്നിവിടെ ഓർത്ത് വെക്കുക. അപ്പോൾ ബോയൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഫ്ലൂയിഡ് ഓൺ എ ബോഡി in the upward direction when it is fully or partially immersed in the fluid. ഡയറക്ഷൻ ഓഫ് ബോയൻറ്റ് ഫോഴ്സ്, ഏത് ദിശയിലാണ് പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത്? വെർട്ടിക്കലി അപ്വേർഡ്സ്, ലംബമായി മുകളിലേക്ക്, ഭാരത്തിൻ്റെ എതിർദിശയിൽ എന്ന് മനസ്സിലാക്കും. ഇനി എങ്ങനെയാണ് ഈ ബോയൻറ്റ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ ലിക്വിഡ്സിന് അല്ലെങ്കിൽ ഗ്യാസസിന് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിന് സാധ്യമാകുന്നത്? എങ്ങനെയാണ് ബോയൻറ്റ് ഫോഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഒറിജിൻ ഓഫ് ബോയൻറ്റ് ഫോഴ്സ്, നമ്മളൊരു ഫ്ലൂയിഡ് പരിഗണിക്കുന്നു. ഈ ഫ്ലൂയിഡിൽ സിലിണ്ടർ ഷേപ്പിലുള്ള, ഫോർ ദ സേക്ക് ഓഫ് സിംപ്ലിസിറ്റി, ലളിതമായി പറയുന്നതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു വസ്തു എടുക്കുന്നു. ഈ സിലിണ്ടർ ഷേപ്പിലുള്ള വസ്തു ഈ ഫ്ലൂയിഡിനുള്ളിലുണ്ടോ എന്നിരിക്കട്ടെ. നമുക്കറിയാം ഫ്ലൂയിഡ്സിന് അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സർഫസിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനുള്ള ശേഷിയുണ്ട്. ആ ഫോഴ്സുകൾ കോണ്ടാക്ട് സർഫസിന് നോർമലായിട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ പോയിന്റിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പരിഗണിക്കുന്നു, ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പരിഗണിക്കുന്നു, ഇവിടെ ഈ സർഫസിൽ, ടോപ്പ് സർഫസിൽ, ബോട്ടം സർഫസിൽ ഓരോ ബിന്ദുവിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഇവിടെ നോക്കിയാൽ ഈ വശത്ത് അല്ലെങ്കിൽ വശങ്ങളിൽ അനുഭവപ്പെടുന്ന ബലങ്ങൾ ക്യാൻസൽ ചെയ്ത് പോവും. അതെങ്ങനെയാണ് നോക്കുക. ഇപ്പം ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കും, എനിക്കൊരു യൂണിറ്റ് ഏരിയയുള്ള ഒരു സ്ഥലം പരിഗണിക്കുകയാണ്. അപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ബലം കണ്ടെത്താൻ P is equal to F by A, pressure is equal to force by A എന്ന ഇക്വേഷൻ അനുസരിച്ച് F is equal to P into A, ഈ പോയിന്റിലെ ഫ്ലൂയിഡ് പ്രഷർ ഇൻറ്റു നമ്മൾ പരിഗണിച്ചിരിക്കുന്ന പോയിന്റ് എത്ര സ്ഥലം, എത്ര ഏരിയ സ്വന്തമാക്കി വെക്കുന്നു, ആ ഏരിയ ഇൻറ്റു എടുത്തു കഴിഞ്ഞാൽ ഫോഴ്സ് ഇസ് ഈക്വൾ ടു പ്രഷർ ഇൻറ്റു ആ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സ് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് 10 ന്യൂട്ടൺ എന്നിരിക്കട്ടെ. എങ്കിൽ അതേ ലെവലിലുള്ള ഈ പോയിന്റിലെ ഫോഴ്സും 10 ന്യൂട്ടൺ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ബലങ്ങൾ തുല്യം അളവുള്ളവയാണ്, മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ, പരസ്പരം ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ ഈ സൈഡുകളിൽ ആക്ട് ചെയ്യുന്ന ബലങ്ങൾ, തിരശ്ചീന ദിശയിൽ ആക്ട് ചെയ്യുന്ന ബലങ്ങൾ, ഹൊറിസോണൽ ഡയറക്ഷനിലെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ടോപ്പ് സർഫസിലെയും ബോട്ടം സർഫസിലെയും ഫോഴ്സുകൾ കൂടെ നോക്കാം. ഈ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അത് ഈ ഫോർമുല അനുസരിച്ച് ഇവിടുത്തെ പ്രഷർ ഇൻറ്റു ഏരിയ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആണെങ്കിലോ ഇവിടുത്തെ പ്രഷർ P' ഇൻറ്റു ഏരിയ ആയിരിക്കും. എന്തുകൊണ്ട് ഞാൻ P' എന്ന് എഴുതി? കാരണം ഇവിടുത്തെ പ്രഷർ അല്ല, പ്രഷർ HdG എന്ന ഇക്വേഷൻ അനുസരിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ സർഫസ് ലിക്വിഡിൻ്റെ ടോപ്പ് സർഫസിൽ നിന്ന് H ഹൈറ്റ് താഴെയാണ്, ബോട്ടം സർഫസ് അല്പം കൂടെ ഹൈറ്റിലാണ്, അല്പം കൂടെ താഴെയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും H കൂടുതലായതുകൊണ്ട്, ഹൈറ്റ് കൂടുതലാണ്, ഇവിടുത്തെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഈ പ്രഷർ, ഈ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അത് 10 ന്യൂട്ടൺ എന്ന് പരിഗണിച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നോക്കുമ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 5 ന്യൂട്ടൺ മുകളിലേക്ക്. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നോക്കിയാൽ ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം ബലം പ്രയോഗിക്കും. തൽഫലമായിട്ട് തിരശ്ചീന ദിശയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന റിസൾട്ടൻ ഫോഴ്സ്, പരിണിത ബലം 0 ആയിരിക്കും. എന്നാൽ മർദ്ദ വ്യത്യാസം കാരണം ഹൈറ്റിനനുസരിച്ച് മർദ്ദം വ്യത്യാസപ്പെടുന്നു. ആ ആശയം അനുസരിച്ച് ഈ വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം അനുഭവപ്പെടും. ഈ ബലമാണ് ശരിക്കും ബോയൻറ്റ് ഫോഴ്സായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെ ബോയൻറ്റ് ഫോഴ്സിന് കാരണം അതാണ്. When a body is fully or partially immersed in a fluid, the fluid exerts force on it. The resultant force in the horizontal direction will be 0, but in the vertical direction there will be a net force acting in the upward direction due to the pressure difference എന്നാണ്. For this reason a net force acts on the body in the upward direction and that force is known as buoyant force.
സോ ദിസ് ഈസ് ഹൗ ബോയൻറ്റ് ഫോഴ്സ് ഈസ് ഒറിജിനേറ്റഡ്. ഇങ്ങനെയാണ് ബോയൻറ്റ് ഫോഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞത് ബോയൻറ്റ് ഫോഴ്സ് എന്താണ്, ബോയൻറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, ദിശ എങ്ങോട്ടാണ്, ബോയൻറ്റ് ഫോഴ്സ് എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത്. ഇനി നോക്കേണ്ടത് ഈ ബോയൻറ്റ് ഫോഴ്സ് വെയിറ്റിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ്. നമുക്കറിയാം ഒരു വസ്തുവിൻ്റെ ഭാരം, വെയിറ്റ് എന്ന് പറയുന്നത് അതിന്മേൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്, ബലമാണ്. അത് താഴേക്ക് അനുഭവപ്പെടുന്നത്. ബോയൻറ്റ് ഫോഴ്സ് അത് ഒരു ബോഡി ഒരു ഫ്ലൂയിഡിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുമ്പോൾ അതിന്മേൽ അനുഭവപ്പെടുന്ന ബലം തന്നെയാണ്, അത് മുകളിലേക്കാണ്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഭാരത്തിൽ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഭാരം നമ്മൾ ബോയൻറ്റ് ഫോഴ്സിൻ്റെ പ്രസൻസിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് എന്താണ് സംഭവിക്കുക, ബോയൻറ്റ് ഫോഴ്സ് വസ്തുവിൽ അനുഭവപ്പെടുന്ന ബോയൻറ്റ് ഫോഴ്സ് വെയിറ്റിനെ, വസ്തുവിൻ്റെ ഭാരത്തെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഞാനൊരു വസ്തു എടുക്കാം. ഈ വസ്തുവിന് 100 ന്യൂട്ടൺ ഭാരമുണ്ട് എന്നിരിക്കട്ടെ. 100 ന്യൂട്ടൺ ഭാരമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ ഭാരം നമ്മൾ മെഷറിംഗ് ഡിവൈസായ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് എയറിൽ, വായുവിൽ വസ്തു ഇരിക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100 ന്യൂട്ടൺ ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് പറയാം വെയിറ്റ് ഓഫ് ബോഡി ഇൻ എയർ അത് 100 ന്യൂട്ടൺ ആണ്. ഈ വസ്തുവിനെ നമ്മളൊരു ഫ്ലൂയിഡിലോട്ട് താഴ്ത്തി വെച്ചു. എന്നിട്ട് ഒരു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ കിട്ടിയ വെയിറ്റ് ഒരു ലിക്വിഡിലെ, വാട്ടറിലാണെന്നിരിക്കട്ടെ, അപ്പോൾ ലിക്വിഡിലെ വെയിറ്റ് എന്ന് പറയുന്നത് 80 ന്യൂട്ടൺ. നോക്കുക, വസ്തു അതിന് ഭാരമുണ്ട്, ഭാരം താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്, അത് നമ്മൾ കണ്ട കാര്യമാണ്. അത് 100 ന്യൂട്ടണാണ്. വായുവിൽ അപ്പോൾ അതിൻ്റെ ഭാരം 100 ന്യൂട്ടൺ. ഈ വസ്തുവിനെ നമ്മളൊരു ഫ്ലൂയിഡിൽ താഴ്ത്തി വെച്ചു. അപ്പോൾ ആ വസ്തുവിന്മേൽ 2 ബലങ്ങൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് അതിൻ്റെ ഭാരം താഴേക്ക്, അതേ സമയത്ത് ബോയൻറ്റ് ഫോഴ്സ് മുകളിലേക്ക്. അപ്പോൾ നമ്മളതിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 80 ന്യൂട്ടൺ എന്നാണ് കിട്ടിയത്. അപ്പോൾ ഫ്ലൂയിഡിൽ ബോയൻറ്റ് ഫോഴ്സിൻ്റെ പ്രസൻസിൽ അതിൻ്റെ ഭാരത്തിന്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഭാരത്തിന് എന്താണ് സംഭവിക്കുക? ഭാരം യഥാർത്ഥത്തിൽ എത്രയാണുള്ളത് അതിനേക്കാൾ കുറവായിട്ടേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം ബോയൻറ്റ് ഫോഴ്സിൻ്റെ പ്രസൻസിൽ, ബോയൻറ്റ് ഫോഴ്സിൻ്റെ സ്വാധീനം കാരണം ഒരു വസ്തുവിൻ്റെ ഭാരം കണക്കാക്കുമ്പോൾ അതിന് കുറവ് ഉണ്ടാകുന്നു, ഭാരനഷ്ടത്തിന് കാരണമാകുന്നു. അപ്പോൾ ഇഫക്റ്റ് ഓഫ് ബോയൻറ്റ് ഫോഴ്സ് ഓൺ വെയിറ്റ് ഓഫ് എ ബോഡി എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യപ്പെടുക? ഈ പറഞ്ഞ ബോയൻറ്റ് ഫോഴ്സ് കാരണം. ബോയൻറ്റ് ഫോഴ്സ് റെഡ്യൂസസ് ഓർ ബോയൻറ്റ് ഫോഴ്സ് കോസസ് ലോസ് ഓഫ് വെയിറ്റ്. ഒരു വസ്തുവിൻ്റെ ഭാരം കുറയുന്നതിന്, ഭാരക്കുറവിന് കാരണമാകുന്നു എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ബോയൻറ്റ് ഫോഴ്സ് വെയിറ്റിനെ സ്വാധീനിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബോയൻറ്റ് ഫോഴ്സ് ഒരു വസ്തുവിൻ്റെ ഭാരത്തെ കുറയ്ക്കും എന്നാണ്. ബോയൻറ്റ് ഫോഴ്സ് കാരണം വസ്തുവിൻ്റെ ഭാരം കുറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുമെന്നുള്ളതാണ്. ഇനി ബോയൻറ്റ് ഫോഴ്സ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എങ്ങനെയാണ് നമുക്ക് ബോയൻറ്റ് ഫോഴ്സ് കണക്കാക്കാൻ സാധിക്കുക എന്നാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബോയൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഭാരനഷ്ടത്തിന് കാരണമാകും എന്നാണ്. ഭാരനഷ്ടത്തിന് കാരണം. അപ്പോൾ എങ്ങനെ നമുക്ക് ബോയൻറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ വസ്തു പരിഗണിക്കുന്നു. നേരത്തെ പരിഗണിച്ച വസ്തു തന്നെ ആയിക്കോട്ടെ. അതിൻ്റെ ഭാരം 100 ന്യൂട്ടണാണ് വായുവിൽ. WA വെയിറ്റ് ഓഫ് ബോഡി ഇൻ എയർ അത് 100 ന്യൂട്ടൺ. ഇതിനൊരു ലിക്വിഡിലോട്ട് താഴ്ത്തി വെക്കുന്നു. ലിക്വിഡ് ഒരു ഫ്ലൂയിഡാണ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥമുള്ള ഭാരം 100 ന്യൂട്ടൺ പ്ലസ് ഈ ബോയൻറ്റ് ഫോഴ്സിൻ്റെ പ്രസൻസ് കാരണം ഇവൻ്റെ ഭാരം 80 ന്യൂട്ടണായിട്ട് മാറുന്നു. ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ വസ്തുവിൻ്റെ ഭാരം അത് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ 100 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ബോയൻറ്റ് ഫോഴ്സിൻ്റെ പ്രസൻസിൽ നമ്മൾ ഭാരം കണക്കാക്കിയത് 80 ന്യൂട്ടണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 20 ന്യൂട്ടൺ കുറഞ്ഞു എന്നാണ്. ഭാരം താഴേക്ക് ആക്ട് ചെയ്യുന്ന ഈ ബലമാണ്, ബോയൻറ്റ് ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഈ ബലമാണ്. ഈ ബലം ബോയൻറ്റ് ഫോഴ്സ് ഭാരത്തിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബോയൻറ്റ് ഫോഴ്സ് വെയിറ്റിനെ റെഡ്യൂസ് ചെയ്യുന്നു എങ്കിൽ നമുക്ക് പറയാം ബോയൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇത് ഫോഴ്സാണ്, ഇതും ഫോഴ്സാണ്, വെയിറ്റും ഫോഴ്സാണ്. സോ ആ കൺസെപ്റ്റ് വെച്ചിട്ട് ബോയൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് WA മൈനസ് WL, അതായത് ലോസ് ഓഫ് വെയിറ്റ് എന്ന് നമുക്ക് പറയാം. അതായത് ബോയൻറ്റ് ഫോഴ്സ് ഒരു വസ്തുവിൽ ആക്ട് ചെയ്യുന്ന ബോയൻറ്റ് ഫോഴ്സ്, ഒരു വസ്തുവിനെ നമ്മൾ ഫ്ലൂയിഡിൽ താഴ്ത്തി വെക്കുമ്പോൾ ആ ഫ്ലൂയിഡ് കാരണം ആ ബോഡിയിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന ബോയൻറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വായുവിലെ ഭാരം ന്യൂനം ലിക്വിഡിലെ ദ്രാവകത്തിലെ ഭാരം എന്നാണ്. അപ്പോൾ ബോയൻറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ലോസ് ഓഫ് വെയിറ്റ് ആണ്, ഭാരനഷ്ടമാണ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? വായുവിലെ ഭാരത്തിൽ നിന്ന് ആ ലിക്വിഡിലെ ഭാരം കുറച്ചാൽ മതിയാകും. അപ്പോൾ ഈ പറഞ്ഞ കൺക്ലൂഷനൊന്നും, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൺക്ലൂഡ് ചെയ്യുകയാണ്. എങ്ങനെ നമുക്ക് ബോയൻറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും? ബോയൻറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ഇക്വേഷൻ ബോയൻറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ലോസ് ഓഫ് വെയിറ്റ്, അതായത് വായുവിലെ ഭാരം ന്യൂനം ആ ലിക്വിഡിലെ ഭാരം, ദ്രാവകത്തിലെ ഭാരം. So buoyant force is equal to loss of weight
is equal to weight in air minus weight in liquid. പ്ലവക്ഷമ ബലം സമം ഭാരനഷ്ടം സമം വായുവിലെ ഭാരം ന്യൂനം ദ്രാവകത്തിലെ ഭാരം. ഇതാണ് ബോയൻ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആശയം അല്ലെങ്കിൽ ഇക്വേഷൻ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഗണിത പ്രശ്നങ്ങൾ, ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്. ബോയൻ ഫോഴ്സ് അഥവാ പ്ലവക്ഷമ ബലം എന്നാൽ എന്ത്? ഒരു ദ്രവത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് ബോയൻ ഫോഴ്സ് അഥവാ പ്ലവക്ഷമ ബലം. ഡയറക്ഷൻ ഓഫ് ബോയൻ ഫോഴ്സ്, ബോയൻ ഫോഴ്സിൻ്റെ ദിശ എങ്ങോട്ടാണ്? ബോയൻ ഫോഴ്സ് എപ്പോഴും അനുഭവപ്പെടുന്നത് മുകളിലേക്കാണ്, ലംബമായി മുകളിലേക്ക്, ഭാരത്തിൻ്റെ എതിർദിശയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബോയൻ ഫോഴ്സ് എങ്ങനെയാണ് ഭാരത്തെ അഫക്റ്റ് ചെയ്യുക, സ്വാധീനിക്കുക? ഭാരം കുറയുന്നതിന് കാരണം ഒരു വസ്തുവിൻ്റെ ഭാരം വായുവിൽ എത്രയാണോ അതിനേക്കാൾ കുറവായിട്ട് അനുഭവപ്പെടുകയുള്ളൂ അത് ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ, പൂർണ്ണമായാലും ഭാഗികമായിട്ടായാലും. ഇനി എങ്ങനെയാണ് ബോയൻ ഫോഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായ വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിലെ ബലം പ്രയോഗിക്കും. എന്നാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന തിരശ്ചീന ദിശയിലെ ബലം, ആകെ ബലം 0 പക്ഷേ മർദ്ദ വ്യത്യാസം, ഹൈറ്റ് കാരണം, ഉയരം കാരണം സംഭവിക്കുന്നത് കൊണ്ട് വസ്തുവിന്മേൽ മുകളിലേക്കൊരു ബലം തീർച്ചയായിട്ടും ഉണ്ടാവും. ആ ബലത്തെയാണ് നമ്മൾ ബോയൻ ഫോഴ്സായിട്ട് പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ബോയൻ ഫോഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഉദ്ഭവിക്കുന്നത്. ഇനി കാൽക്കുലേഷൻ ഓഫ് ബോയൻ ഫോഴ്സ്. നമ്മൾ പറഞ്ഞു ബോയൻ ഫോഴ്സ് കാരണം ഒരു വസ്തുവിൻ്റെ ഭാരം കുറയും. അങ്ങനെയാണെങ്കിൽ ബോയൻ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വായുവിലെ ഭാരം ന്യൂനം ദ്രാവകത്തിലെ ഭാരമാണ്. ബോയൻ ഫോഴ്സ് ഈക്വൽ ടു വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ്, അല്ലെങ്കിൽ വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ദ ഫ്ലൂയിഡ്. അത് ഈക്വൽ ടു എന്തായിരിക്കും? ലോസ് ഓഫ് വെയിറ്റും ആയിരിക്കും. ഇതിൻ്റെ പ്രോബ്ലംസിലോട്ട് കിടക്കാം. അപ്പോൾ ബോയൻ ഫോഴ്സിൻ്റെ കാൽക്കുലേഷൻ, അതിനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഇക്വേഷൻ ഇതാണ്. ബോയൻ ഫോഴ്സ് F is equal to loss of weight is equal to weight in air minus weight in fluid. This is the basic equation. Buoyant force equal to loss of weight is equal to weight in air minus weight in fluid. അത് ബേസ് ചെയ്തിട്ട് നമ്മൾ 2 ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ദ വെയിറ്റ് ഓഫ് എ ബോഡി ഇൻ എയർ ഈസ് 10 ന്യൂട്ടൺ. ഒരു വസ്തുവിൻ്റെ വായുവിലെ ഭാരം 10 ന്യൂട്ടൺ ആണ്. വെൻ ഇറ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്, ഏതൊരു ഫ്ലൂയിഡിൽ ഈ വസ്തുവിനെ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചപ്പോൾ, മുക്കി വെച്ചപ്പോൾ, ഇറ്റ്സ് വെയിറ്റ് ഈസ് ഫൗണ്ട് ടു ബി 8 ന്യൂട്ടൺ. ഭാരം 8 ന്യൂട്ടണായി. നമുക്കറിയാം ഭാരം കുറയും, അത് 8 ന്യൂട്ടണാണ്. 2 ന്യൂട്ടൺ കുറഞ്ഞു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഡിക്രീസ് ഇൻ വെയിറ്റ്? ഈ ഭാരക്കുറവിന്, ഭാരനഷ്ടത്തിന് എന്താണ് കാരണം? വ്യക്തമാണ്, ഭാരക്കുറവിന് കാരണം ബോയൻ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഇൻ ദ അപ്പർ ഡയറക്ഷൻ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബോയൻ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. വസ്തുവിൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന ബോയൻ ഫോഴ്സ്, വസ്തുവിൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലമാണ് ഭാരക്കുറവിന് കാരണം. രണ്ടാമത്തെ, കാൽക്കുലേറ്റ് ദ ബോയൻ ഫോഴ്സ്. ബോയൻ ഫോഴ്സിൻ്റെ അളവ് എത്രയാണ്? ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. ബോയൻ ഫോഴ്സിൻ്റെ അളവ്, ബോയൻ ഫോഴ്സിൻ്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കണം. ബോയൻ ഫോഴ്സിന് നമ്മൾ F എന്ന സിമ്പിൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ബോയൻ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് 2 ഡേറ്റ തന്നിട്ടുണ്ട്. വെയിറ്റ് ഇൻ എയർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം വെയിറ്റ് ഇൻ എയർ WA ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ. ഫ്ലൂയിഡിലെ അല്ലെങ്കിൽ ലിക്വിഡിലെ ഭാരം തന്നിട്ടുണ്ട് 8 ന്യൂട്ടൺ. അപ്പോൾ വെയിറ്റ് ഇൻ ഫ്ലൂയിഡ് WF ഈസ് ഈക്വൽ ടു 8 ന്യൂട്ടൺ. ബോയൻ ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ഫ്ലൂയിഡ് ആണ്. വെയിറ്റ് ഇൻ ഫ്ലൂയിഡ് ദാറ്റ് ഈസ് 10 ന്യൂട്ടൺ മൈനസ് 8 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 2 ന്യൂട്ടൺ. ഇനി രണ്ടാമത്തെ ചോദ്യം, പിന്നെ സിലിണ്ടറിക്കൽ ബോഡീസ് ഇൻസൈഡ് എ ലിക്വിഡ്. ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള വസ്തു ഒരു ലിക്വിഡിനുള്ളിലായിരിക്കുമ്പോൾ ഇറ്റ്സ് വെയിറ്റ് ഈസ് 15 ന്യൂട്ടൺ, 15 ന്യൂട്ടൺ ആണ്. അപ്പോൾ സിലിണ്ടർ ആകൃതി വസ്തു ലിക്വിഡിനുള്ളിലായിരിക്കുമ്പോൾ അതിന്മേൽ ബോയൻ ഫോഴ്സ് ഉണ്ടാവും, ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ യഥാർത്ഥ ഭാരം വായുവിലെ ഭാരത്തേക്കാൾ കുറഞ്ഞ ഭാരം മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ. അപ്പോൾ ആ വെയിറ്റ്, ലിക്വിഡിനുള്ളിലെ വെയിറ്റ് 15 ന്യൂട്ടൺ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് വെയിറ്റ് ഇൻ ലിക്വിഡ് അത് 15 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. വെയിറ്റ് ഇൻ ലിക്വിഡ് 15 ന്യൂട്ടൺ എന്ന് തന്നിരിക്കുകയാണ്. ദ ടോട്ടൽ ബോയൻ ഫോഴ്സ് ഓൺ ഇറ്റ് ഈസ് 5 ന്യൂട്ടൺ. ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ പ്ലവക്ഷമ ബലം അത് 5 ന്യൂട്ടൺ ആണ്. അപ്പോൾ F ഇസ് ഈക്വൽ ടു 5 ന്യൂട്ടൺ. F ഇസ് ഈക്വൽ ടു 5 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് വെയിറ്റ് ഇൻ എയർ? എങ്കിൽ ഈ വസ്തുവിൻ്റെ ഭാരം വായുവിൽ എത്രയായിരിക്കും? ആക്ച്വൽ വെയിറ്റ് എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം
വായുവിലെ ഭാരം ആക്ച്വൽ വെയിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ബോയൻ ഫോഴ്സ് F is equal to വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ് എന്നാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെയിറ്റ് ഇൻ എയർ ആണ്. അപ്പോൾ വെയിറ്റ് ഇൻ എയർ WA is equal to F plus WL is equal to 15 plus 5 equal to 20 ന്യൂട്ടൺ. അപ്പോൾ ബോയൻ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന രീതിയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാം. ഇതുപോലെ ബോയൻ ഫോഴ്സ് തന്നിട്ട് മറ്റ് ലോസ് ഓഫ് വെയിറ്റ് കണ്ടുപിടിക്കാനോ വായുവിലെ ഭാരം എയറിലെ വെയിറ്റ് കണ്ടുപിടിക്കാനോ ലിക്വിഡിലെ ഭാരം കണ്ടുപിടിക്കാനോ ഒക്കെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ അത്തരത്തിലൊരു ചോദ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി അടുത്തൊരു ചോദ്യം, ഇഫ് ഇറ്റ് ഈസ് ഡിപ്ഡ് എന്ന് പറയുമ്പോൾ ഈ ബോഡിയെ നമ്മൾ ഡിപ്പ് ചെയ്യുന്നു ഇവിടെ ഇൻ എ ഫ്ലൂയിഡ് വിച്ച് ക്യാൻ എക്സേർട്ട് എ ബോയൻ ഫോഴ്സ് ഓഫ് 10 ന്യൂട്ടൺ. ഇപ്പം നമ്മൾ ഒരു ലിക്വിഡിൽ മുക്കി വെച്ചേക്കുമായിരുന്നു. ആ ലിക്വിഡിന് 5 ന്യൂട്ടൺ ബോയൻ ഫോഴ്സാണ് എക്സേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അത് എക്സേർട്ട് ചെയ്ത് 5 ന്യൂട്ടനാണ്. ഇപ്പോൾ നമ്മൾ ആ ലിക്വിഡിനെ 10 ന്യൂട്ടൺ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന ബോയൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു ലിക്വിഡിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻ ദാറ്റ് ലിക്വിഡ്? എങ്കിൽ ആ ലിക്വിഡിൽ, ആ പുതിയ ലിക്വിഡിൽ എന്തായിരിക്കും വെയിറ്റ് എന്നാണ്. അപ്പോൾ ഈ ചോദ്യം നമുക്ക് നോക്കാം. ഇതൊരു പുതിയ ലിക്വിഡിൽ വസ്തുവിനെ മാറ്റിയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം വെയിറ്റ് ഓഫ് ദി ബോഡി ഇൻ എയർ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 20 ന്യൂട്ടൺ ആണ്. അതിന് വ്യത്യാസമില്ല, ബോഡി പഴയത് തന്നെയാണ്. ഇപ്പോൾ എയറിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വെയിറ്റ് 20 ന്യൂട്ടൺ ആണ്. ഇനി ഈ ലിക്വിഡിന് എത്ര ബോയൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്? 10 ന്യൂട്ടൺ ബോയൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ F is equal to 10 ന്യൂട്ടൺ എന്നാണ്. 10 ന്യൂട്ടൺ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആ ലിക്വിഡിലെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്കറിയാവുന്ന ബേസിക് ഇക്വേഷൻ F is equal to WA മൈനസ് WL എന്നാണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് WL ആണ്. അപ്പോൾ WL ഇസ് ഈക്വൽ ടു WA മൈനസ് F. Wയുടെ വാല്യൂ 20 ന്യൂട്ടൺ മൈനസ് Fൻ്റെ വാല്യൂ 10 ന്യൂട്ടൺ. സോ 10 ന്യൂട്ടൺ ആണ് ആൻസർ. ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടുത്തെ ബോയൻ ഫോഴ്സിനേക്കാൾ ബോയൻ ഫോഴ്സ് രണ്ടാമത്തെ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ലിക്വിഡിലെ ഭാരം ഇവിടെ ഈ ലിക്വിഡിൽ എത്രയായിരുന്നുവോ അതിനേക്കാൾ കുറവായിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ ഇതുപോലെ ചിന്തിച്ച് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ഉള്ള പ്രോബ്ലംസ് വരാം. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലംസ് നോക്കി മനസ്സിലാക്കുക, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. പുസ്തകത്തിൽ വേറെയും 1-2 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾക്കൊരു വർക്ക് ഞാൻ തരുന്നു. ഈ ചോദ്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഞാൻ അതിലെ ന്യൂമറിക്കൽസ് നമ്പർ മാറ്റി തരികയാണ്. അത് ചെയ്യുക, ഇത് പരിശീലിക്കുക. ഈ 10 ന്യൂട്ടൺ എന്നുള്ളത് 15 ന്യൂട്ടൺ ആക്കുന്നു. 8 ന്യൂട്ടൺ എന്നുള്ളത് 7.5 ന്യൂട്ടൺ ആക്കുകയാണ്. ഇവിടെ 15 ന്യൂട്ടൺ ആക്കുന്നു. ഇവിടെ 15 ന്യൂട്ടൺ ആക്കുകയാണ്. ഇവിടെ 20 ന്യൂട്ടൺ ആക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കുക. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ നോക്കിയ കാര്യങ്ങൾ എന്താണ് ബോയൻ ഫോഴ്സ്, ഡയറക്ഷൻ ഓഫ് ബോയൻ ഫോഴ്സ് എങ്ങനെയാണ്, അതുപോലെ ബോയൻ ഫോഴ്സ് എങ്ങനെയാണ് വെയിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്, ബോയൻ ഫോഴ്സിൻ്റെ ഒറിജിൻ എങ്ങനെയാണ്, അതുപോലെ എങ്ങനെ നമുക്ക് ബോയൻ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഭംഗിയായി മനസ്സിലാക്കിയ ശേഷം വേണം ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കാൻ. ഈ നമ്പർ മാറ്റിയിട്ട് വാല്യൂസ് മാറ്റിയിട്ട് ആ പ്രോബ്ലംസ് ചെയ്ത് പരിശീലിക്കാൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കുറിച്ച് വയ്ക്കാൻ. നമ്മൾ നേരിട്ട് വരുന്ന ലൈവിൽ നമുക്ക് നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിക്കാം. അതുവരെ നന്ദി.